നമസ്കാരം. സൗദി അറേബ്യയിലെ ഉയർന്ന അപകട സാധ്യതയുള്ള തൊഴിൽ മേഖലകളിൽ ജോലി ചെയ്യുന്നവരുടെ സുരക്ഷ ഉറപ്പാക്കുവാനായി പുതിയ കർശന നിയന്ത്രണങ്ങളും മാനദണ്ഡങ്ങളും ഏർപ്പെടുത്തിയിരിക്കുകയാണ്. സൗദി മാനവ വിഭവശേഷി സാമൂഹ്യ വികസന മന്ത്രി NG അഹമ്മദ് അൽറാജ്ഹി പുറത്തിറക്കിയ ഈ പുതിയ നിയമാവലി രാജ്യത്തെ തൊഴിൽ അന്തരീക്ഷം മെച്ചപ്പെടുത്തുന്നതിൽ നിർണായകമായ പങ്കും വഹിക്കും. തൊഴിലാളികളുടെ ആരോഗ്യം, സാങ്കേതിക വൈദഗ്ധ്യം, അറിവ് എന്നിവ ഉറപ്പുവരുത്തുക എന്നതാണ് ഈ സമഗ്രമായ നിയന്ത്രണ ചട്ടക്കൂടിൻ്റെ പ്രധാനമായ ലക്ഷ്യവും. തൊഴിലെടുക്കുന്നതിനിടെയുണ്ടാകുന്ന പരിക്കുകളും തൊഴിൽ ജന്യ രോഗങ്ങളും കുറയ്ക്കുക, തൊഴിൽ വിപണിയിൽ സുരക്ഷാ നിലവാരം ഉയർത്തുക എന്നിവ മുൻനിർത്തിക്കൊണ്ടാണ് പുതിയ ചട്ടങ്ങൾ രൂപീകരിച്ചിരിക്കുന്നത്. ഉയർന്ന അപകട സാധ്യതയുള്ള തൊഴിലുകളെ പ്രത്യേക പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിനും ലൈസൻസിങ്ങിനും സംയോജിത നിയന്ത്രണ ചട്ടക്കൂട് സ്ഥാപിക്കും. തൊഴിലാളികൾക്കാവശ്യമായ ആരോഗ്യം, സാങ്കേതികമായ അറിവ്, വൈദഗ്ധ്യം എന്നിവ ഉറപ്പുവരുത്തുവാൻ കർശനമായ മാനദണ്ഡങ്ങൾ ഏർപ്പെടുത്തുകയും ബന്ധപ്പെട്ട അധികാരികൾ, തൊഴിലുടമകൾ, ജീവനക്കാർ എന്നിവരുടെ ഉത്തരവാദിത്വങ്ങൾ ഈ നിയമാവലിയിൽ കൃത്യമായി നിർവഹിച്ചിരിക്കുന്നു. പരിശീലനം, യോഗ്യത, നിരീക്ഷണം, തുടർ നടപടികൾ എന്നിവയ്ക്കുള്ള സംവിധാനങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഈ പുതിയ സുരക്ഷാ നിയന്ത്രണം സൗദിയിലെ എല്ലാ തൊഴിൽ മേഖലകളിലെയും ജീവനക്കാർക്ക് ബാധകമാണ്. പൊതുമേഖല, സ്വകാര്യ മേഖല, ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ എന്നിവയിലെല്ലാം ഇത് നിർബന്ധമായും പാലിക്കുകയും വേണം. മുഴുവൻ സമയമോ പാർട്ട് ടൈമായോ ജോലി ചെയ്യുന്ന സ്ഥിരമോ കരാറടിസ്ഥാനത്തിലോ ഉള്ള സ്വദേശികളും വിദേശികളുമായ എല്ലാ ജീവനക്കാർക്കും ഈ നിയന്ത്രണം ബാധകവുമാണ്. തൊഴിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി സമഗ്രമായ സംവിധാനങ്ങളാണ് നിയമാവലിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഉത്തരവാദിത്തപ്പെട്ടവരെ പിന്തുണയ്ക്കുന്നതിനും പ്രതിരോധ നിരീക്ഷണം വർദ്ധിപ്പിക്കുന്നതിനുമായി സമഗ്രമായ ആരോഗ്യ ഡേറ്റാബേസുകൾ സ്ഥാപിക്കുന്നത് ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഉയർന്ന അപകട സാധ്യതയുള്ള തൊഴിലുകളിൽ ഏറ്റവും ഉയർന്ന സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ട് എന്ന് പുതിയ ചട്ടങ്ങൾ ഉറപ്പാക്കുന്നു.